ഏത് റൂമിലാ സിദ്ധുവിന്റെ അച്ഛൻ കിടക്കുന്നത്? എന്തിന്? എനിക്കൊന്ന് കാണണം. നിങ്ങൾ കാണണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇപ്പോ ഞാനാ തീരുമാനിക്കുന്നത്. കാരണം ഞാനാ ഇപ്പൊ ഇവിടുത്തെ ബൈസ്റ്റാൻഡർ. അല്ലെങ്കിൽ പിന്നെ സിദ്ധു വരട്ടെ. സിദ്ധുവിനോട് ചോദിച്ചിട്ട് സിദ്ധു സമ്മതിക്കുകയാണെങ്കിൽ കയറി കണ്ടോ. എന്നോട് കളിച്ചാലുള്ള ദോഷങ്ങൾ അറിയാലോ. എന്ത് ദോഷ തങ്കച്ചി? 10 കാശ് കയ്യിൽ വരുമ്പോ സകലതും കാൽ കീഴിലായി എന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടത്തിലെ ഒരാൾ മാത്രമല്ലേ നിങ്ങള്? കാശിന്റെയും അതുകൊണ്ട് നേടുന്ന സ്വാധീനത്തിന്റെയും തിളപ്പൊന്നും എന്റെ മുമ്പിൽ കാണിക്കണ്ട. അത് കണ്ട് പേടിക്കാൻ എന്നെ കിട്ടുകയില്ല. കാണണ്ട എന്ന് പറഞ്ഞാൽ കാണണ്ട. പോവാൻ നോക്ക്. എന്നിട്ട് വേണമെങ്കിൽ സിദ്ധുള്ളപ്പോ വാ. അപ്പൊ കാണാം. അപ്പോഴേ കാണാൻ പറ്റൂ. ഇഷ്ടപ്പെട്ടു എനിക്ക് നിന്നെ. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. നിന്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അടിച്ചടിച്ച് നിൽക്കുമായിരുന്നു. പക്ഷെ മോളെ, ഞാൻ നിന്റെ ശത്രു അല്ലെന്ന് നീ ഓർക്കണം. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാ. നമ്മുടെ രണ്ടുപേരുടെ ശത്രു ഒരാളാ. ഓ, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതിൽ ആരായിട്ട് വരും തങ്കച്ചിയുടെ ശത്രു? കളിയാക്കണ്ട. ഞാൻ പറഞ്ഞത് നേരാണെന്ന് തെളിയിക്കാൻ ഇതുവരെ നിനക്കറിയാത്ത ഒരു രഹസ്യം ഞാൻ പറയാം. അത് കേട്ടാ ഉറപ്പായും നീ ഞെട്ടും. നിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? അതൊരു സ്വാഭാവിക മരണമായിരുന്നോ അതോ കൊലപാതകമായിരുന്നോ? സ്വാഭാവിക മരണം. എന്നാ അല്ല, കൊന്നതാ നിന്റെ അച്ഛനെ. അതാരാ ചെയ്തതെന്നും എനിക്കറിയാം. വെറുതെ എന്നാണോ പറയരുത്. സുധി മരിക്കാൻ കാരണം നിരഞ്ജന്റെ വണ്ടി ഇടിച്ചതാണെന്ന് നീ എപ്പോഴാ അറിഞ്ഞത്? അതിനും വളരെ മുമ്പേ എനിക്കറിയാമായിരുന്നു ആ രഹസ്യം. രഹസ്യങ്ങളുടെ ഒരു കലവറയാ മോളെ തങ്കച്ചിയുടെ മനസ്സ്. നിന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. കൈമളെ, ഇതാര വിസിറ്റിംഗ് കാർഡ്. വിളിച്ചാ മതി, നമുക്ക് കാണാം. ഇനി ഞാൻ സിദ്ധുവിന്റെ അച്ഛനെ കാണുന്നത് കൊണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ. ആ പിന്നെ, ഞാൻ നുണ പറയാറില്ല. ആലോചിക്കും. നീ കാണണമെന്ന് പറയുന്ന നിമിഷം ഞാൻ നിന്റെ മുമ്പിലെത്തും.